എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനത്തെ വിഷ്വൽസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ അതില് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കണ എല്ലാവരും കമന്റ് ചെയ്യാത്ത എന്താ? ഒരു കമന്റ് ഒക്കെ ഇടുന്നത് എനിക്ക് കമന്റ് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മാറി 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 ചെയ്യാനാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മാറി 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 ചെയ്യാം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങൾ ജപ്പാനിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ പബ്ലിക് പ്ലേസസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല അടുക്കും ചിട്ടിയോട് കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കതില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇച്ചിരി പൊടിക്ക് അവർ കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെ. അപ്പോ അവരുടെ ഈ ഒരു അച്ചടക്കത്തിന്റെയും അവരുടെ ഗ്രോത്തിന്റെയും പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ചാടി എഴുന്നേറ്റപ്പോൾ അതൊന്നും അല്ല ഇത്. ചെറുതിലെ മുതൽ അവർ കുട്ടികളെ ശീലിപ്പിക്കുന്ന കുറേ സംഗതികളുണ്ട്. അതേ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വരുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തേന്ന് വെച്ചാലുണ്ടല്ലോ, ഡോണ്ട് ബി എ ബർഡൻ. നമ്മൾ മറ്റൊരാൾക്ക് ഭാരമാവാതിരിക്കാൻ. ഞാൻ ഈ ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ ഒരു 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 ജാപ്പനീസ് കുട്ടിയാണ്, ആളുടെ ഞാനൊരു ഫോളോ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞായിട്ട് ഒരു ആൺകുട്ടിയാണ്, വല്ല 1-ലോ 2-ലോ ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അപ്പൊ അവൾക്കൊരു റുട്ടീൻ ഉണ്ട്. സ്കൂളിൽ വിട്ട് അവർ വരുമ്പോൾ തന്നെ തനിയെ തന്നെ ഷൂ ഒക്കെ അഴിച്ചിട്ട് റാക്കിൽ വെക്കണം. സോക്സ് അവർ തനിയെ കഴുകും. നമ്മൾക്കൊരു കുഞ്ഞിങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് നമ്മൾക്ക് കർച്ചീഫും ഇതുപോലത്തെ സോക്സ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കുട്ടി തന്നെ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ കൊണ്ടുപോയി ഹാങ് ചെയ്യും. ലഞ്ച് ബോക്സ് ഒക്കെ ബാഗിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കും. ബുക്സ് ഒക്കെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കും. കുളിച്ച് കുട്ടപ്പനായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. ഇത് ആ കുട്ടീന് ചെറുതിലെ മുതൽ, അതായത് ഇതൊക്കെ തനിയെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായം മുതൽ അവരുടെ പാരന്റ്സ് ശീലിപ്പിച്ച് പോരുന്ന ഒരു സംഭവമാണ്. ഇത് ആ കുട്ടീനെ മാത്രമല്ല, അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും ഇതുപോലെ തന്നെയാണ്. അവനവന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെറുതിലെ മുതൽ അവർ ചെയ്ത് ശീലിച്ചു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടില് നമ്മൾ ഭക്ഷണം കഴിച്ച് അവനവൻ ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകി വെക്കാത്ത ആൾക്കാരില്ലേ? ഒരാളെങ്കിലും കാണൂലേ? അല്ലേ? പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, കുറച്ചും കൂടെ ബാക്കിലോട്ടേക്കുള്ള സംഭവമാണ് കേട്ടോ. സീരിയസ്ലി, നമ്മൾ കഴിച്ച പാത്രം നമ്മൾ മറ്റൊരാളെ കൊണ്ട് കഴിപ്പിക്കുക. നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തൊന്നുമല്ല ഞാൻ പറയണേ. ഒരാള് വയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യണം. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലാതെ ഒരു വയ്യായ്ക ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം മറ്റൊരാളെ കൊണ്ട് കഴുകിക്കുക എന്ന് പറയുന്നത് അവരൊരു ഭാരമാണ്. കഴിച്ച പാത്രം കഴുകി വെക്കുന്നതിന് എന്തിനാ ഇത്ര എഫേർട്ട് വേണ്ടത്? ഇത്ര എഫേർട്ട് എന്തിനപ്പം അത് മറ്റൊരാൾക്ക് ചെയ്തുകൂടെ എന്നല്ലേ? നമ്മൾ കഴിച്ച ഇച്ചൽ പാത്രമല്ലേ, അത് അവരെ തന്നെ കഴുകുക. ഇതിപ്പോ നമ്മൾ വീട്ടമ്മമാരോട് എന്തിനാ പറയണതായിരിക്കും. സീരിയസ്ലി, മറ്റുള്ളവരുടെ പാത്രങ്ങൾ പോലും കഴുകുന്നത് നമ്മളായിരിക്കും. നിങ്ങളുണ്ടല്ലോ, ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ആ വീട്ടിലുള്ള ആ ഒരാൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക. അപ്പൊ വേറൊരാളല്ലേ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചീത്ത കേൾക്കൂല. എന്നെ ചീത്ത പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഞാൻ അവരെ കാണുന്നില്ലല്ലോ. അപ്പോ മറന്നുപോയി. ഓക്കെ, നമ്മൾക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള ആൾക്കാരെ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. റേഷനിലുള്ള കുട്ടികളെ നമുക്ക് തിരുത്താൻ പറ്റും. ചെറുതിലെ മുതൽ അവരെ ശീലിപ്പിക്കുക. അവനവൻ കഴിച്ച പാത്രം കഴുകിക്കുക, അവനവൻ കുടിച്ച ചായയുടെ ഗ്ലാസ് കഴുകിക്കുക, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബെഡ് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മള് പുറത്തൊക്കെ പോയിട്ട് വെളിയിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ അലക്കാൻ വേണ്ടി തുണി ഇടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അടുത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സ്പേസിൽ നമ്മൾ ലോണ്ടറിയുടെ ഒരു ബാസ്ക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ ആയിരിക്കും വാഷിന് തുണിയൊക്കെ ഇടണേ. നമ്മൾ സാധാരണ ഉടുപ്പൊക്കെ മാറി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടും. അതുപോലെ ഇടാത്ത ആൾക്കാരുണ്ട്. എവിടെ നിന്നാണോ ഡ്രസ്സ് ഊരുന്നത് ആ സ്പോട്ടിൽ തന്നെ, ആ റൂമിന്റെ തറയിൽ തന്നെ ഉടുപ്പിട്ടിട്ട് പോണ ആൾക്കാരുണ്ട്. എനിക്കതൊക്കെ ഒരു മാനേഴ്സ് ഇല്ലായ്മയായിട്ട് തന്നെ തോന്നുള്ളൂ. കാരണം ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ട സംഗതികളാണ്. അപ്പോൾ ഇനി വരുന്ന ജനറേഷനിൽ കുട്ടികളെ നമ്മൾ പ്രായഭേദമന്യേ എല്ലാവരെയും ശീലിപ്പിക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ. നമ്മൾ മനഃപൂർവ്വം മറ്റൊരാൾക്കൊരു ഭാരമാവാതിരിക്കുക എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുപോലത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഭാരമാവാതിരിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ നമ്മൾ തനിയെ ചെയ്യുക. മറ്റൊരാൾക്ക്
ഒരു തരത്തിലും പ്രശ്നങ്ങളോ ഭാരമോ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന തലമുറയെ നമുക്ക് പഠിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാലുണ്ടല്ലോ, മൂല്യങ്ങള് നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു വരുന്ന തലമുറയ്ക്ക് നമ്മളിങ്ങനെ അവരെ പഠിപ്പിച്ച് തന്നെ കൊടുക്കണം. അതായത് എന്റെ മമ്മിയൊക്കെ ഉണ്ടല്ലോ, ചെറുതിലെ മുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ശീലിപ്പിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു. കുറേ സംഗതി ഉണ്ട്, പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി ഞാൻ പറയുവാണ്. നമ്മളിങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇരിക്കുക, നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ ഒരു വണ്ടിക്ക് പോവാണ്, പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ KSRTC ബസ് ആയിക്കോട്ടെ, നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ കൂടെ ഒരാൾ കയറി, ഒരു പ്രായമായിട്ടുള്ള അമ്മൂമ്മ, അപ്പൂപ്പൻ, അല്ലെങ്കിൽ വയ്യാത്ത ഒരാൾ, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾ വന്നു എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന വ്യക്തി അവർക്ക് സീറ്റ് കൊടുക്കോ എന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കാം. അങ്ങനത്തെ ഒരു ചിന്ത പോലും ചിന്തിക്കാതെ അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേറ്റ് അവർക്ക് സീറ്റ് കൊടുത്തിരിക്കണം. ഇത് എന്റെ മമ്മി ചെറുതിലേ മുതൽ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിങ്ങനെ ശീലിപ്പിച്ച് തലച്ചോറിൽ ഫീഡ് ചെയ്ത് എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ ഒരാൾ, അങ്ങനെ വയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. ചില സമയത്ത് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, ചിലപ്പോൾ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നല്ല വയറുവേദനയായിട്ട് വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ പണിയും കൂടെ ചെയ്തിട്ട് ചത്തട്ടെ എനിക്ക് തിരിച്ചു വരണ്ടാവാം. അപ്പൊ പോലും എനിക്ക് ചിലപ്പോൾ അത് ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ തൊട്ടടുത്ത ഒരാള് അടിപൊളിച്ചിരിക്കുന്നുണ്ടായിരിക്കും, അവര് എഴുന്നേക്കുണ്ടാവില്ല. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് എഴുന്നേക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് ചെയ്തൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഇങ്ങനെ എന്റെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ, ഞാൻ അറിയാതെ തന്നെ എഴുന്നേറ്റില്ല, എനിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. ഇതുപോലത്തെ നമ്മളൊരു പബ്ലിക്കിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണിക്കേണ്ട കുറെ മര്യാദകള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സത്യമേ പറഞ്ഞ ചെറുതിലേ മുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ പോലെ എന്റെ മമ്മി ചെറുതിലേ മുതൽ ഇത് പഠിപ്പിച്ചു തന്നത് കൊണ്ട് എനിക്ക് എത്ര വലുതായാലും, ഇപ്പൊ ഞാൻ മുതുക്കായാലും എനിക്കത് മാറ്റാൻ പറ്റില്ല. ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരണം. ഇങ്ങനെ ഇവിടെ ചെയ്തു കൊടുത്തിട്ട് എനിക്കൊരു ജപ്പനീസ് അമ്മൂമ്മയാണോ അതോ മറ്റേ ഫിലിപ്പിൻ അമ്മൂമ്മയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്കൊരു പീസ് കേക്കൊക്കെ തന്നിട്ടുണ്ട്. പണ്ട് ജോലിക്ക് പോണ സമയത്ത് ബസ്സിൽ ഭയങ്കര തിരക്കാട്ട, ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ ഫുൾ തിരക്കായിരിക്കും. എന്തോ സാധാരണ എനിക്ക് സീറ്റ് കിട്ടാറേ ഇല്ല, വലിഞ്ഞു തൂങ്ങി നിന്നിട്ടൊക്കെയാണ് എത്താറുള്ളൂ. അന്ന് എനിക്ക് ഗതികേടല്ല, ഭാഗ്യത്തിന് സീറ്റ് കിട്ടി, ഫ്രണ്ടിൽ തന്നെ സൈഡിലെ സീറ്റ്. അപ്പൊ ഒരു അമ്മൂമ്മ വന്നു. ആ അമ്മൂമ്മയുടെ കയ്യിലാണെങ്കിൽ കുറെ ബാസ്കറ്റും അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അമ്മൂമ്മയുടെ തിരുന്നോളാൻ പറഞ്ഞു. ആദ്യം അമ്മൂമ്മ വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ പിന്നെ നിർബന്ധിച്ചപ്പോ അവിടെ ഇരുന്നോട്ട് അമ്മൂമ്മ. എന്നിട്ട് എന്റെ സ്റ്റോപ്പിൽ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ ബട്ടൺ ഞെക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരു മറ്റേ കപ്പ് കേക്കിന്റെ ഒരു ബോക്സ് ഇല്ലേ, കപ്പ് കേക്കിന്റെ ബോക്സ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, ആൾക്ക് ഇതിന്റെ ബിസിനസ് ആണെന്ന്, ഹോം മെയ്ഡ് ആയിട്ട് കേക്ക്സ് ഉണ്ടാക്കുന്നതിനെയാണ്. അപ്പൊ അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് ക്രിസ്മസിന്റെ തലേ ദിവസമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു സാരമില്ല, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കത് കൊണ്ടുവന്ന് തന്നു. നല്ല ചോക്ലേറ്റിന്റെ മഫിൻസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നല്ല, പക്ഷെ നമ്മ മാറി കൊടുത്തപ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ടായിരിക്കില്ലേ. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇല്ല എന്നല്ല. പക്ഷെ പിന്നെ ഇനി വരേണ്ട ജനറേഷൻ ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരില്ല. പക്ഷെ ഇൻ കേസ് വന്നാലും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ മറ്റൊരു വ്യക്തിക്ക്, ഒരു ക്രൗഡഡ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു വ്യക്തികളെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നേരാവണ്ണം നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പയ്യെ നടക്കാന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ഒരു സംഭവമാണത്. നമ്മൾ ചിലപ്പോൾ ഒരു പാത്തിക്കൂടെ നമ്മൾ നടക്കുമായിരിക്കും. അപ്പൊ ചില ആൾക്കാരുണ്ട് ആടി പാടി ചാടി ഇങ്ങനെയൊക്കെ വരണത്. അവർക്ക് ആ സൈഡ് പിടിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് പോവാൻ പറ്റും. ഇത് അവരിങ്ങനെ വിജിലൻറ്റിച്ച് ഇങ്ങനെ നിൽക്കും, എന്നാൽ ആടി പാടി പോവത്തൂല്ല. ഞാൻ ചില സമയത്ത് വേറെ രാജ്യക്കാരൊക്കെ ആണെങ്കിൽ മലയാളത്തിൽ ഇവരെന്ത് തേക്കിനെ കാണിക്കണത് അവിടെ നടന്നുകൊണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അവർക്ക് മനസ്സിലാവില്ല. ഇനി മലയാളികളാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു പബ്ലിക് പ്ലേസിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒച്ചത്തിൽ സംസാരിച്ച് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക. പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട് ചുറ്റും ആരുണ്ടെന്നൊന്നും നോക്കുന്നില്ല, ഭയങ്കര ഫുൾ ഇതിൽ ഹെഡ്സെറ്റ് പോലും വെക്കാതെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആക്കിയിട്ട് ആകും. അപ്പൊ അതൊന്നും ചെയ്യാതെ അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യേണ്ട, ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സംഗതികളുണ്ടല്ലോ, അതൊക്കെ ശീലിപ്പിക്കാം. ഈ ജപ്പാനിലുണ്ടല്ലോ, നമ്മള് മെട്രോയുടെ ഞാൻ വീഡിയോസ് കാണാറുണ്ട്, മെട്രോയിലൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ ഇവിടെ ക്യൂ ഒക്കെയാണ്. പക്ഷെ നാട്ടില് ഞാൻ ട്രെയിൻ കയറിയിട്ടുണ്ട്, എന്റെ പൊന്നെ എറണാകുളത്ത് എന്തോ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കയറാം. നല്ല ശക്തിയായിട്ടാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ. ഇവിടെയൊക്കെ എത്ര കുത്താന്നറിയ കിട്ടിയിട്ടുള്ളേ.
പലപ്പോഴും എന്റെ ട്രെയിനൊക്കെ മിസ്സായിട്ടുണ്ട്. ഞാനിങ്ങനെ നിൽക്കും, കേറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ പറ്റണ്ടേ, ഇവിടെ നിന്ന് ഒരു കുത്ത് കിട്ടുമ്പോ ഇപ്പുറത്തുനിന്ന് ഒരു കുത്ത്, അപ്പൊ ബാക്കിൽ നിന്ന് ഒരു കുത്ത്, മോന്തയ്ക്കൊക്കെ എത്ര കുത്താക്കി ഇട്ടിട്ടുള്ളതെന്നറിയോ. അപ്പൊ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂ പാലിക്കും. ആ ക്യൂ പാലിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് മാനേഴ്സ് ആണ്. നമ്മുടെ ഇവിടെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ താരതായിട്ട് സംസാരിക്കണമെന്നില്ല, പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ല രീതിക്ക് മുതുകത്തും മോത്തും നെഞ്ചത്തും ഒക്കെ മുട്ടുകൈക്ക് നല്ലപോലെ കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതുപോലത്തെ നല്ല നല്ല മൂല്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുക. പിന്നെ വേറൊരു സംഭവം, നമ്മൾ പൊതുവെ ഈ നല്ല പിള്ള ചമയുന്നത് നമ്മൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മൾ കുറച്ച് ഡീസെന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുക. ഞാൻ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾക്ക് പുറത്തൊരു സ്വഭാവമായിരിക്കും, നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾക്ക് വേറൊരു സ്വഭാവമായിരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്ര ഭീകര സംഗതികളൊന്നുമില്ല. ഇപ്പൊ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ നമ്മള് ഇപ്പൊ ഒരു ചായ മേടിച്ചു കുടിച്ചപ്പോ നമ്മുടെ കപ്പ് ഗ്ലാസ് കപ്പ് പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ പേപ്പർ കപ്പ് ചുറ്റുവട്ടത്ത് നോക്കുമ്പോ ആരുമില്ല, നൈസായിട്ട് അത് നിലത്തിട്ടിട്ട് പോകും. അത് വേണ്ട. നമ്മൾ ആരും കാണുന്നില്ലെങ്കിൽ പോലും അടുത്ത ഡസ്റ്റ്ബിൻ എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു സാധനം നിക്ഷേപിക്കാം. എന്റെ ഏട്ടനൊക്കെ ഞാൻ ഇടയ്ക്ക് കളിയാക്കും, നമ്മുടെ നന്മയുള്ള ലോകമേ ആ പാട്ടില്ലേ, ചില സമയത്തൊക്കെ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിടക്കണ്ടെങ്കിൽ എടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ പാടും, നന്മയുള്ള ലോകമേ. അപ്പൊ അതേപോലെ തന്നെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് ആണ്, വാല്യൂ ആണ്. നമ്മള് ഇത് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക. പബ്ലിക് പ്ലേസിൽ ഇപ്പൊ ആരും കാണുന്നില്ലെങ്കിൽ പോലും ഇതുപോലത്തെ സംഗതികളൊക്കെ നമ്മൾ പൊതു ആയിട്ടുള്ള ഇതിൽ എടുത്തിടാതിരിക്കുക. നമ്മുടെ നാട്ടിലെ ഈ ഡസ്റ്റ്ബിന്നിന്റെ കാര്യം ഞാൻ ആലോചിച്ചപ്പോ നമ്മുടെ റോഡൊക്കെ പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയി തോന്നുന്നു. ഉള്ളേരിയയിലോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും കാണുന്നില്ലെങ്കിലും അവനവനോട് തന്നെ, വേറെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചാൽ മതി. മുകളിൽ ഒരാൾ ഇരുന്നൊക്കെ കാണുന്നുണ്ട്, നമ്മൾ പറയൂലേ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ശീലിപ്പിക്കണം, നല്ലതാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് കാലമ്പായിട്ടിരിക്കുമ്പോ ഇങ്ങനെ അനങ്ങാതിരിക്കും, തമ്പായി ഇതൊക്കെ കാണുന്നുണ്ട്, തമ്പായി തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശീലിപ്പിക്കൂലേ. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയം കുട്ടികളിൽ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒരു കുരുത്തക്കേടൊക്കെ അവരിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് വേറെ ആരും ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുണ്ട്, വേണ്ട തമ്പായി ഇതൊക്കെ കാണുന്നുണ്ടാവും എന്നൊരു ചിന്ത അവർക്ക് വരില്ലേ. നെക്സ്റ്റ്, പൊതുവഴിയില് ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിലും അത് വൃത്തിയായി സൂക്ഷിക്കാം. ഇത് നേരത്തെ പറഞ്ഞതിന് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അവരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ പോയിട്ട് ജപ്പാന്റെ സിറ്റി അല്ലെങ്കിൽ ജപ്പാന്റെ ഏതെങ്കിലും ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്ത് നോക്കി, എന്ത് ക്ലീൻ ആണെന്ന് അറിയൂ. അവിടെ ഒരു തരത്തിലുള്ള എന്താ പറയാ ചപ്പും ചവറും ഒന്നും നമുക്ക് റോട്ടിലൊന്നും കാണാൻ പറ്റില്ല. അതേസമയം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മിഠായി തിന്നിങ്ങനെ പോവാ, ആ മിഠായിയുടെ കവർ പൊട്ടിച്ചിട്ട് നമ്മൾ അവിടെ ഇടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പലണ്ടി പേപ്പറിൽ പൊതിഞ്ഞിട്ട് തരുവാണ്, കപ്പലണ്ടി തിന്നു കഴിഞ്ഞ് തൊണ്ടും നിലത്തിടും, ആ പേപ്പറിന്റെ പീസ് നമ്മൾ നിലത്തിച്ചിട്ടാ പോവാ. പക്ഷെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട സംഗതിയുണ്ട്. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറുതിലേ മുതൽ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ആയിരിക്കും. നമ്മൾക്കിപ്പോ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ പോയി, നമ്മുടെ കയ്യിൽ ഒരു വേസ്റ്റ് വന്നു, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബാഗിൽ സൂക്ഷിച്ച് ഡസ്റ്റ്ബിൻ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക. അല്ലെങ്കിൽ നമ്മൾ പോണ സമയത്ത് ഡസ്റ്റ്ബിന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബാഗിൽ സൂക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ഡസ്റ്റ്ബിന്നിലിടാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ ശീലിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ നമ്മൾ പബ്ലിക് പ്ലേസിൽ ഒരു തരത്തിലുള്ള വേസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇടില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതേപോലെ ഒരു 10 വീട് തീരുമാനിച്ചു, അതിൽ ഇൻസ്പയർഡ് ആയിട്ട് 20, അങ്ങനെ എല്ലാ ആൾക്കാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ റോഡും നമ്മുടെ പരിസരവും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല ക്ലീൻ ആയിരിക്കൂലേ. ഇവിടെ അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെയും മാലിന്യം നിക്ഷേപിക്കരുത്, ഒരു ബോർഡ് ഉണ്ടായിരിക്കും, അതിന്റെ സൈഡിൽ തന്നെ കണക്കിന് വേസ്റ്റ് അവിടെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. നമുക്ക് എന്തോ ഒരു ത്വരയാണ്, എന്ത് ചെയ്യരുതെന്ന് പറയുന്നു, സെയിം സാധനം തന്നെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഉള്ള ഒരു ത്വരയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കലും അധിക്ഷേപിച്ച് പറയണതല്ല, പക്ഷെ നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെയല്ലേ തീരുമാനിക്കണ്ടേ. അപ്പോ ഇനി വരുന്ന കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ശീലിച്ച ആൾക്കാർ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല അവരുടെ ആ ശീലം. ഇനിയുള്ളവർക്ക് പറയാം, പബ്ലിക് പ്ലേസിൽ നമ്മൾ ഒരിക്കലും വേസ്റ്റ് ഇടരുത്, അത് ഡസ്റ്റ്ബിൻ ഉള്ളിടത്ത്
മാത്രം ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇടുക. അല്ലാത്ത പക്ഷം നമ്മളത് നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ഡസ്റ്റ്ബിന്നിൽ ഇടുക. നമ്മൾ ഈ ബ്ലൂ കോളർ ജോബ്, വൈറ്റ് കോളർ ജോബ് എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടില് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും, ഇപ്പോഴും ഉണ്ട്. ജോലിയുടെ ബേസിസിൽ ഓരോരുത്തരുടെ ഡിഗ്നിറ്റി, ഓരോരുത്തരുടെ പദവി, അവരെ ഓക്കെ ബഹുമാനിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളത് ചെയ്യണം. പക്ഷെ അങ്ങനെ ജോലി കുറവായതിന്റെ അല്ലെങ്കിൽ അത്ര നല്ല ജോലി ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ വില കുറച്ച് കാണുക, അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഏതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് ചെറുതിലെ മുതൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിച്ചിട്ടാണ് അവിടെ വളർത്തുന്നത്. നമ്മളെപ്പോഴും പറയും ഇങ്ങനെ എല്ലാത്തിനും എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ അവിടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിൽ എത്രത്തോളം അത് ലൈക്ക് ഉൾക്കൊണ്ടിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇട്ട റീലാണ്. ഒരു കുറച്ച് കുട്ടികൾ ഇങ്ങനെ നിൽക്കുവാണ്. ആ കുട്ടികളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുവാണ്, ഒരു ദിവസം രാവിലെ, ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പെണ്ണായിട്ട് മാറിയെന്ന് വിചാരിക്കാം, നിങ്ങൾ എന്താ ചെയ്യാന്ന്. അപ്പൊ ആ കുട്ടി പറയാ, ഞാൻ എന്ത് ചെയ്യാനാണ്, രാവിലെ എണീക്കും, കുറെ അടുക്കളയിൽ പണിയെടുക്കും, തൂക്കും. അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാരി പുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ തന്നെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല, വിചാരിച്ചിരുന്നത് ഈ വരുന്ന ജനറേഷൻ എങ്കിലും ഇതൊക്കെ മാറി ചിന്തിക്കും എന്നാണ്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും കുട്ടികൾക്കിടെ മനസ്സിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ ജോലി ചെയ്യുക അങ്ങനെയുള്ള ഒരു സംഭവമാണെന്നുള്ളത് പറയുമ്പോൾ ആ കുട്ടി, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ വീട്ടിലെ അടുക്കള പടി ചെയ്യും, തറ തൂക്കും എന്നൊക്കെയാണ്. അവർക്ക് അതൊക്കെ ഒരു പുച്ഛ പോലെയാണ്. വീട്ടമ്മ ചെയ്യുന്ന ജോലി അതിനും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട്. ആ വീട്ടമ്മ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഫാക്ടറി, അതായത് നമ്മുടെ വീട് മൊത്തം പണി മുടക്കൂലേ. അപ്പോ വീട്ടമ്മ ഇപ്പം അമ്മമാരായിട്ടുള്ള ഒരുപാട് ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആൾക്കാർ മേ ബി വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ചെയ്യുന്നതും ഒരു ജോലിയാണ്. എന്താ പറയാ, നമുക്ക് സാലറി കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. സാലറി കിട്ടാത്തതിന്റെ റീസൺ എത്ര കോടിക്കണക്കിന് രൂപ തന്നാലും ഒരു വീട്ടിലൊരു വീട്ടമ്മ ചെയ്യുന്ന ജോലിക്ക് പൈസ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാലറി കിട്ടാത്ത ഇത് പറഞ്ഞു പഠിപ്പിക്കുക. 2-3 പോയിന്റ്സും കൂടി ഉണ്ട്, പക്ഷെ ഞാനത് എനിക്ക് ലെങ്ത് കൂടിപ്പോയി എന്നൊരു സംശയം. ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ വായിട്ടലിച്ചിട്ട് എനിക്ക് നിർത്താൻ പറ്റണില്ല. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ചെറുതിലെ മുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അവര് നല്ല രീതിക്ക് വളർന്നു വരട്ടെ. അപ്പൊ അങ്ങനെ വീട്ടിലെ ഓരോ ആൾക്കാരും ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റി നല്ലൊരു സൊസൈറ്റി ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബമെങ്കിലും നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.